നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലെ സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗം നടത്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചില വിദ്യാർത്ഥികളുടെ കാഴ്ചശക്തി തകരാറിലായതടക്കം ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചെന്നും അദ്ദേഹം ഡൽഹി പോലീസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽ പ്രക്ഷോഭത്തിനിടെ പരിക്കേറ്റ സഹീൽ എന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ എടുത്തു പറഞ്ഞു. പെല്ലറ്റ് കൊണ്ടുള്ള ആഘാതത്തിൽ സഹിലിന്റെ ഒരു കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും പറഞ്ഞു. ഡൽഹി പോലീസും ഔദ്യോഗിക ഫാക്ട് ചെക്കർമാരും ഇത് നിഷേധിച്ചിരുന്നെങ്കിലും ജൂലൈ 20 നടന്ന CJP മാർച്ചിനിടെ നിരവധി പ്രതിഷേധക്കാർക്ക് പെല്ലറ്റ് തോക്കുകളിൽ നിന്നും പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ദേശീയ തലസ്ഥാനത്ത് നടന്ന ഒരു പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചത് അപൂർവ സംഭവമാണെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചത്. സംഭവം നടക്കുമ്പോൾ സഹിൽ ദേശീയ പതാക ഏന്തി സമാധാനപരമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും അവന്റെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ഡോക്ടർമാർക്ക് ഉറപ്പില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഏതായാലും 3 പ്രധാന ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. പ്രതിഷേധക്കാരുടെ പേരിൽ 3 പ്രധാന ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായവരെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗവും ലാത്തിചാർജും നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ അതിക്രമത്തിന് ഇരയായ ആയിരക്കണക്കിന് യുവാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയുക, പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാനും അമിത ബലപ്രയോഗത്തിൽ നടപടിയെടുക്കാനും തയ്യാറാണെന്ന് സർക്കാർ സൂചന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഇനിയും പരിഹരിക്കപ്പെട്ടില്ലെന്നും വെള്ളിയാഴ്ച സർക്കാർ അത് ചർച്ച ചെയ്യുമെന്നും രാഹുൽ വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാന്റെ പേരെടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായ തകർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്രമന്ത്രിയാണെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അസമയം നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കാൻ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. ശനിയാഴ്ച വൈകുന്നേരം രാജ്യവ്യാപകമായി ജില്ലാതലത്തിൽ മെഴുകുതിരി ജാഥകളും സത്യാഗ്രഹവും സംഘടിപ്പിക്കാനാണ് ആഹ്വാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിർദ്ദേശപ്രകാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സംസ്ഥാന ഘടകങ്ങൾക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പരീക്ഷ നടത്തിപ്പിലെ വിശ്വാസ്യത തകരുകയും രാജ്യത്തെ യുവാക്കളുടെ ഭാവി സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടികൾ സമാധാനപരവും അച്ചടക്കവുമുള്ളതായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഓരോ ജില്ലയിലും സംഘടിപ്പിക്കുന്ന മെഴുകുതിരി ജാഥകൾ മഹാത്മാഗാന്ധിയുടെയോ ഡോക്ടർ BR അംബേദ്കറുടെയോ പ്രതിമകൾക്ക് മുന്നിൽ സമാപിക്കണമെന്നും അവിടെ സത്യാഗ്രഹം സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്.